എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. കൂടാതെ എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിരവധി അപ്ഡേറ്റുകളും ക്ലാസ്സുകളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. Granny could hear the distant roar of the river and smell the pine needles and feel the presence of her grandson, Mani. She couldn't see the river or the trees. She could only make out Mani's fuzzy hair and sometimes his blackberry eyes and the gleam of his teeth when he smiled. മുത്തശ്ശിക്ക് നദിയുടെ ഇരമ്പൽ കേൾക്കാനും പൈൻ സൂചികളുടെ മണം മണക്കാനും ചെറുമകൻ മണിയുടെ സാന്നിധ്യം അനുഭവിക്കാനും കഴിഞ്ഞു. നദിയോ മരങ്ങളോ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. മണിയുടെ നഗ്നമായ മുടിയും ചിലപ്പോൾ അവൻ്റെ ബ്ലാക്ക്ബെറി കണ്ണുകളും അവൻ പുഞ്ചിരിക്കുമ്പോൾ പല്ലുകളുടെ തിളക്കവും മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഗ്രാനി wore a pair of old glasses. She had been wearing them for well over 10 years. Her eyes had grown steadily weaker, and the glasses were now scratched and spotted, so there was very little she could see through them. Mani and his father felt that it was high time Granny had her eyes tested and got herself new glasses. മുത്തശ്ശി പഴയ ഒരു കണ്ണട ധരിച്ചിരുന്നു. 10 വർഷത്തിലേറെയായി അവർ അത് ഉപയോഗിച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകൾ ക്രമേണ ദുർബലമായി. കണ്ണടകളിൽ പോറലുകളും പാടുകളും ഉണ്ടായിരുന്നു. അതിനാൽ അവയിലൂടെ കാണാൻ കഴിയുന്നത് വളരെ കുറവായിരുന്നു. മുത്തശ്ശിയുടെ കണ്ണുകൾ പരിശോധിച്ച് പുതിയ കണ്ണട വാങ്ങേണ്ട സമയമായെന്ന് മണിയും അച്ഛനും കരുതി. വെൽ, യു നോ വി കാൺട്ട് ഗെറ്റ് ദം ഇൻ ദി വില്ലേജ്, സെഡ് ഗ്രാനി. മണി സെഡ്, യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ Mussoorie. That's the nearest town. But that's a 2-day journey, protested Granny. ശരി, നമുക്ക് അവ ഗ്രാമത്തിൽ കിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം, മുത്തശ്ശി പറഞ്ഞു. മണി പറഞ്ഞു, നീ മസൂറിലെ കണ്ണാശുപത്രിയിൽ പോകേണ്ടി വരും. അതാണ് ഏറ്റവും അടുത്തുള്ള പട്ടണം. പക്ഷേ അത് 2 ദിവസത്തെ യാത്രയാണ്. മുത്തശ്ശി പ്രതിഷേധിച്ചു. Granny was looking for excuses. She did not want to be parted from Mani. He was 11 and quite capable of looking after himself, but Granny had brought him up ever since. His mother had died when he was only a year old. She was his nanny, maternal grandmother, and had cared for boy and father, and the cows and hens in the household with great energy and devotion. മുത്തശ്ശി ഒഴിവു കഴിവുകൾ തേടുകയായിരുന്നു. മണിയെ പിരിയാൻ അവർ ആഗ്രഹിച്ചില്ല. അവന് 11 വയസ്സായിരുന്നു. സ്വയം നോക്കാൻ കഴിവുണ്ടായിരുന്നു. പക്ഷേ അവന് 1 വയസ്സുള്ളപ്പോൾ, അതായത് അമ്മ മരിച്ചതു മുതൽ മുത്തശ്ശി അവനെ വളർത്തി. അവൾ അവൻ്റെ നാനിയായിരുന്നു, അതായത് മാതൃമുത്തശ്ശി. ആൺകുട്ടിയെയും അച്ഛനെയും, അതായത് മണിയെയും അച്ഛനെയും, വീട്ടിലെ പശുക്കളെയും കോഴികളെയും വളരെ ഊർജ്ജസ്വലതയോടെയും ഭക്തിയോടെയും അവർ പരിപാലിച്ചു. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ, ഷീ സെഡ്. നൗ ലിസൺ, സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. വി were not sending you off on your own. I will take you to Mussoorie and leave Mani here by himself. How could you even think of doing that? Then I will take you to Mussoorie, said Mani eagerly. I have been to Mussoorie before with my school friends.
I know where we can stay, but he paused a moment and looked doubtfully from his father to his grandmother. You wouldn't be able to walk all the way to Nain, would you, Granny? എനിക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും, ഗ്രാനി പറഞ്ഞു. ഇത് കേൾക്കൂ, മണിയുടെ അച്ഛൻ കർശനമായി പറഞ്ഞു. നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞേക്കുന്നില്ല. ഞാൻ നിന്നെ മസൂറിയിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് മണിയെ ഇവിടെ ഒറ്റയ്ക്ക് വിടാണോ? നിനക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ തോന്നി? എങ്കിൽ ഞാൻ നിന്നെ മസൂറിലേക്ക് കൊണ്ടുപോകാം, മണി ആകാംക്ഷയോടെ പറഞ്ഞു. ഞാൻ മുമ്പ് മസൂറിയിൽ പോയിട്ടുണ്ട്, എനിക്ക് സ്കൂൾ കൂട്ടുകാരോടൊപ്പം. നമുക്ക് എവിടെ താമസിക്കണമെന്ന് അറിയാം. പക്ഷേ അവൻ ഒരു നിമിഷം നിർത്തി സംശയത്തോടെ അച്ഛനിൽ നിന്നും മുത്തശ്ശിയിലേക്ക് നോക്കി. നിനക്ക് നൈനിലേക്ക് നടക്കാൻ കഴിയില്ലല്ലോ അല്ലേ മുത്തശ്ശി എന്ന് മണി ചോദിച്ചു. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്, സെഡ് ഗ്രാനി. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ്, ബട്ട് there's nothing wrong with my legs. But you are 70, Granny. What has that got to do with it? And besides, it's downhill to Nain, and uphill come back. Uphill is easier, said Granny. തീർച്ചയായും എനിക്ക് നടക്കാൻ കഴിയും, മുത്തശ്ശി പറഞ്ഞു. എനിക്ക് അന്ധത വന്നേക്കാം, പക്ഷേ എൻ്റെ കാലുകൾക്ക് ഒരു കുഴപ്പവുമില്ല. എല്ലാം ശരി, പക്ഷേ നിങ്ങൾക്ക് 70 വയസ്സായി മുത്തശ്ശി. അതും ഇതുമായി എന്താണ് ബന്ധം? മാത്രമല്ല നൈനിലേക്ക് ഇറങ്ങാനുള്ള വഴിയും ഉണ്ട്. തിരിച്ചു കയറുമ്പോൾ കയറ്റം എളുപ്പമാണ്, മുത്തശ്ശി പറഞ്ഞു. Now that she knew Mani might be accompanying her, she was more than ready to make the journey while he were in Mussoorie. We will get some seeds and bulbs and a new bell for the white cow, and pullover for your father and shoes for you. മണി തന്നോടൊപ്പം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ യാത്രയ്ക്ക് തയ്യാറായിരുന്നു. നമ്മൾ മസൂറിലേക്ക് ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വിത്തുകളും ബൾബുകളും ലഭിക്കും. വെളുത്ത പശുവിന് പുതിയ മണിയും നിന്റെ അച്ഛന് ഒരു പുള്ളോവറും നിനക്കായി ഒരു ഷൂസും വാങ്ങാമെന്ന് പറഞ്ഞു. Now just a minute, said Mani's father. Are you going there to have your eyes tested, or are you going on a shopping trip? I have got only 100 rupees to spare. You will have to manage with that. We will manage, said Mani. We will sleep at the bus shelter. No, we won't, said Granny. I have got 50 rupees for my own. We will stay at a hotel. Early next morning, in a light drizzle, Granny and Mani set out on the path to Nain. ഒരു മിനിറ്റ്, മണിയുടെ അച്ഛൻ പറഞ്ഞു. നിങ്ങൾ അവിടെ പോകുന്നത് കണ്ണ് പരിശോധിക്കാനാണോ അതോ ഷോപ്പിങ്ങിന് പോകുകയാണോ? എൻ്റെ കയ്യിൽ 100 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. നീ അത് കൈകാര്യം ചെയ്യേണ്ടി വരും. നമ്മളത് കൈകാര്യം ചെയ്യാം, മണി പറഞ്ഞു. നമ്മൾ ബസ് ഷെൽട്ടറിൽ ഉറങ്ങും. ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യില്ല, മുത്തശ്ശി പറഞ്ഞു. എൻ്റെ കൈവശം 50 രൂപയുണ്ട്. നമ്മൾ ഒരു ഹോട്ടലിൽ താമസിക്കും. പിറ്റേന്ന് അതിരാവിലെ നേരിയ ചാറ്റൽ മഴയിൽ മുത്തശ്ശിയും മണിയും. Mani carried a small bedding roll on his shoulders. Granny carried a large cloth shopping bag and an umbrella. Whenever you feel tired, you will take rest, said Mani. We have only just started out, said Granny. We will rest when you are hungry. They walked at a steady pace without talking too much. A flock of parrots whirled overhead. Flashes of red and green against the
somber sky. There were no other sounds except the hiss and gentle patter of the rain. മണി തോളിൽ ഒരു ചെറിയ കിടക്ക റോൾ ചുമന്നു. മുത്തശ്ശി ഒരു വലിയ തുണി ഷോപ്പിംഗ് ബാഗും കുടയും ചുമന്നു. നിങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോഴെല്ലാം നമുക്ക് വിശ്രമിക്കാം, മണി പറഞ്ഞു. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, മുത്തശ്ശി പറഞ്ഞു. നിനക്ക് വിശക്കുമ്പോൾ നമുക്ക് വിശ്രമിക്കാം. അധികം സംസാരിക്കാതെ അവർ സ്ഥിരമായ വേഗത്തിൽ നടന്നു. ഇരുണ്ട ആകാശത്ത് ചുവപ്പും പച്ചയും നിറങ്ങളിലുള്ള മിന്നലുകളായി തലയ്ക്കുമുകളിലൂടെ ഒരു കൂട്ടം തത്തകൾ വട്ടമിട്ടു പറന്നു. മഴയുടെ ചൂളമടിയും മൃദുവായ ഇടിമുഴക്കവും ഒഴികെ മറ്റ് ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മണി സ്റ്റോപ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. ഗ്രാനി വാസൻറ്റ് fond of berries and did not slacken her pace. Mani had to run to catch up with her. Soon his lips were purple with the juice from the berries. The rain stopped and the sun came out. Below them, the light green of the fields stood out against the dark green of the forest, and the hills were bathed in golden sunshine. മണി ran ahead. മണി ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് കാട്ടു ബ്ലാക്ക്ബെറി പറിക്കാൻ നിന്നു. മുത്തശ്ശിക്ക് ബെറികൾ ഇഷ്ടമല്ലായിരുന്നു. അവർ വേഗത കുറച്ചുമില്ല. അവരെ പിടിക്കാനായി മണി ഓടേണ്ടി വന്നു. താമസിയാതെ അവൻ്റെ ചുണ്ടുകൾ പഴങ്ങളിൽ നിന്നുള്ള നീര് കൊണ്ട് പർപ്പിൾ നിറമായി മാറി. മഴ നിന്നു. സൂര്യൻ ഉദിച്ചു. താഴെ വനങ്ങളുടെ കടും പച്ചയ്ക്കെതിരെ വയലുകളുടെ ഇളം പച്ചപ്പ് വേറിട്ടു നിന്നു. കുന്നുകൾ സ്വർണ്ണ സൂര്യപ്രകാശത്തിൽ കുളിച്ചു. മണി മുന്നോട്ട് ഓടി. "Can you see all right, Granny?" he called. "I can see the path and I can see your white shirt. That's enough for just now." Granny and Mani ate their light meal on the roadside in the shade of a whispering pine and drank from a spring. By late afternoon, they were directly above Nain. "We were almost there," said Mani. "I can see the temple near Uncle's house." "I can't see a thing," said Granny. "That's because of the mist. There's a thick mist coming up the valley." നിങ്ങൾക്ക് എല്ലാം നന്നായി കാണാൻ കഴിയുന്നുണ്ടോ മുത്തശ്ശി? അവൻ ചോദിച്ചു. എനിക്ക് വഴി കാണാം. നിന്റെ വെള്ള ഷർട്ടും കാണാം. തൽക്കാലം അത് മതി. മുത്തശ്ശിയും മണിയും വഴിയരികിൽ ഒരു പൈൻ മരത്തിൻ്റെ തണലിൽ ഇരുന്ന് ലഘുഭക്ഷണം കഴിച്ചു. ഒരു നീരുറവയിൽ നിന്ന് വെള്ളം കുടിച്ചു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവർ നൈനിന് മുകളിലെത്തി. "നമ്മൾ എത്താറായി," മണി പറഞ്ഞു. "അങ്കിളിൻ്റെ വീടിനടുത്തുള്ള അമ്പലം എനിക്ക് നന്നായി കാണാൻ കഴിയും." "എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല," മുത്തശ്ശി പറഞ്ഞു. "അത് മൂടൽ മഞ്ഞാണ്. കാരണം താഴ്വരയിലൂടെ കട്ടിയുള്ള മൂടൽ മഞ്ഞ് വരുന്നുണ്ട്." It began raining heavily as they entered the small market town on the banks of the river. Granny's umbrella was leaking badly, but they were soon drying themselves in Uncle's house and drinking glasses of hot, sweet milky tea. Mani got up early the next morning and ran down the narrow street to bathe in the river. As Mani dressed, he heard the blare of a bus horn. There was only one bus to Mussoorie. നദിക്കരയിലുള്ള ചെറിയ മാർക്കറ്റ് പട്ടണത്തിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. മുത്തശ്ശിയുടെ കുടയിൽ നിന്ന് വലിയ തോതിൽ ചോരുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ താമസിയാതെ അമ്മാവൻ്റെ വീട്ടിൽ എത്തി. ചൂടുള്ള മധുരമുള്ള പാൽച്ചായ കുടിച്ചു. പിറ്റേന്ന് അതിരാവിലെ മണി എഴുന്നേറ്റ് ഇടുങ്ങിയ തെരുവിലൂടെ നദിയിൽ കുളിക്കാൻ ഓടി. മണി വസ്ത്രം ധരിച്ചപ്പോൾ ഒരു ബസ്സിൻ്റെ ഹോൺ ശബ്ദം കേട്ടു.
ഒരു ബസ് മാത്രമേ മസൂരിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. He scampered up the slope, wondering if they had missed it. But Granny was waiting for him at the bus stop. She had already bought their tickets. The bus was old and rickety and rattled so much that the passengers could barely hear themselves speaking. The driver drove at some speed, and whenever he went round a bend, everyone in the bus was thrown about. In spite of all the noise and confusion, Granny fell asleep, her head resting against Mani's shoulder. അവർക്ക് ആ ബസ് നഷ്ടമാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ചരിവിലൂടെ പാഞ്ഞു. പക്ഷേ മുത്തശ്ശി ബസ് സ്റ്റോപ്പിൽ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇതിനകം തന്നെ അവരുടെ ടിക്കറ്റുകൾ വാങ്ങിയിരുന്നു. ബസ് പഴയതും ചഞ്ചലവുമായിരുന്നു. യാത്രക്കാർ സംസാരിക്കുന്നത് കേൾക്കാൻ പോലും കഴിയാത്ത വിധം ശബ്ദമുണ്ടാക്കി. ഡ്രൈവർ കുറച്ച് വേഗത്തിൽ വണ്ടി ഓടിച്ചു. ഒരു വളവ് തിരിയുമ്പോഴെല്ലാം ബസ്സിലുള്ള എല്ലാവരും ചിതറിത്തെറിക്കും. ബഹളം, ആശയക്കുഴപ്പം ഉണ്ടായിരുന്നിട്ടും മുത്തശ്ശി ഉറങ്ങിപ്പോയി, മണിയുടെ തോളിൽ ചലചായിച്ചുകൊണ്ട്. Suddenly the bus came to a grinding halt. People were thrown forward in their seats. "What's happening?" Granny asked. "Have we arrived?" "No, something is blocking the road," said Mani. "It is a landslide?" exclaimed someone, and all the passengers put their heads out of the window to take a look. പെട്ടെന്ന് ബസ് നിന്നു. ആളുകൾ അവരുടെ സീറ്റുകളിൽ തള്ളിക്കയറി. എന്താണ് സംഭവിക്കുന്നത്? മുത്തശ്ശി ചോദിച്ചു. നമ്മൾ എത്തിയോ? ഇല്ല, റോഡിൽ എന്തോ തടസ്സമുണ്ട്, മണി പറഞ്ഞു. ഒരു മണ്ണിടിച്ചൽ, ആരോ വിളിച്ചു പറഞ്ഞു. എല്ലാ യാത്രക്കാരും ജനാലകളിലൂടെ തല പുറത്തേക്ക് നോക്കി. It was a big landslide. Earth, trees and bushes had given way and come crashing down, completely blocking the road. Nor was it over yet. Debris was still falling. Mani saw rocks hurtling down the hill and into the river. Not a suitable place for a bus stop, observed Granny, who couldn't see a thing. Even as she spoke, a shower of stones and small rocks came clattering down on the roof of the bus. Passengers cried out in alarm. The driver began reversing as more rocks came crashing down. വലിയൊരു മണ്ണിടിച്ചിലായിരുന്നു അത്. മണ്ണും മരങ്ങളും കുറ്റിക്കാടുകളും ഇടിഞ്ഞു വീണ് റോഡ് പൂർണ്ണമായും തടസ്സപ്പെട്ടു. അത് ഇതുവരെ അവസാനിച്ചിട്ടില്ല. അവശിഷ്ടങ്ങൾ ഇപ്പോഴും വീഴുന്നുണ്ടായിരുന്നു. കുന്നിൻ മുകളിലൂടെ പാറകൾ നദിയിലേക്ക് പതിക്കുന്നത് മണി കണ്ടു. ബസ് സ്റ്റോപ്പിന് പറ്റിയ സ്ഥലമില്ല. ഒന്നും കാണാൻ കഴിയാത്ത വിധം മുത്തശ്ശി നിരീക്ഷിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബസ്സിൻ്റെ മേൽക്കൂരയിൽ കല്ലുകളും ചെറിയ പാറക്കല്ലുകളും ഒരു മഴ പോലെ വന്നു പതിച്ചു. യാത്രക്കാർ പരിഭ്രാന്തരായി നിലവിളിച്ചു. കൂടുതൽ പതിച്ചയോടെ പാറകൾ താഴേക്ക് വീഴാൻ തുടങ്ങിയതോടെ ഡ്രൈവർ പിന്നോട്ടേക്ക് ബസ് ചലിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് എടുത്തു കഴിഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത പാർട്ടിലാണ് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അടുത്ത പാർട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. കൂടാതെ വീഡിയോ ഉപകാരപ്രദമായ ചാനൽ മാർക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.